എല്ലാവർക്കും നമസ്കാരം. ധനുമാസത്തിലെ ആ തണുപ്പും മഞ്ഞുമൊക്കെയായി. ആ മാസത്തിലെ തിരുവാതിര നാളിന് ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസികളായ സ്ത്രീകളുടെ ജീവിതത്തിൽ വളരെ സവിശേഷമായൊരു സ്ഥാനമുണ്ട്. ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ആ തിരുവാതിര വ്രതത്തെക്കുറിച്ചാണ്. 2026-ൽ ഈ വ്രതം അനുഷ്ഠിക്കാൻ തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് അതിൻ്റെ പിന്നിലെ കഥകൾ മുതൽ കൃത്യമായ സമയക്രമവും ചിട്ടകളും വരെ എല്ലാം വളരെ ലളിതമായി മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്താണ് ഈ വ്രതത്തിൻ്റെ പ്രധാന ലക്ഷ്യം? ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യം എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പ്രധാനമായും ഭർത്താവിന്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയാണ്. പിന്നെ കുടുംബത്തിലെ ഐശ്വര്യത്തിനും. പരമശിവനും പാർവതിയും എന്ന ആ സങ്കല്പം അതൊരു ഏറ്റവും നല്ല ദാമ്പത്യത്തിന്റെ പ്രതീകമായാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു ഐക്യത്തെയും സ്നേഹത്തെയും സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുക, അതാണ് ഈ വ്രതത്തിന്റെ ഒരു ആന്തരികമായ ലക്ഷ്യം. ഈ ശിവപാർവതി ബന്ധം തന്നെയാണ് ഇതിന്റെ ഐതിഹ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. തന്റെ തപസ്സു മുടക്കിയപ്പോൾ കാമദേവനെ ഭഗവാൻ ശിവൻ തൃക്കണ്ണു തുറന്ന് ഭസ്വമാക്കി. ഭർത്താവിനെ നഷ്ടപ്പെട്ട രതീദേവി അവർ വിലപിച്ചുകൊണ്ട് പാർവതീദേവിയെ ശരണം പ്രാപിച്ചു. ദേവിയുടെ ഉപദേശപ്രകാരം രതീദേവി വളരെ കഠിനമായിട്ട് ഈ തിരുവാതിര വ്രതം അനുഷ്ഠിച്ചു. ഈ പ്രാർത്ഥനയിൽ സംപ്രീതനായ മഹാദേവൻ ഒടുവിൽ കാമദേവന് പുനർജീവൻ നൽകി എന്നാണ് വിശ്വാസം. അപ്പോൾ പ്രണയത്തിന്റെ ദേവനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്രതം. സ്നേഹത്തിനും സമർപ്പണത്തിനും എന്തിനേയും മാറ്റാൻ കഴിയുമെന്നൊരു സന്ദേശം അതിലുണ്ട്. അതുപോലെ പാർവതിയുടെ ദാസിയായ സുന്ദരിയുടെ കഥയും ഇതേ ആശയം തന്നെയാണ് പറയുന്നത്. അതെങ്ങനെയാണ് ആ കഥ? അകാലത്തിൽ ഭർത്താവിന് നഷ്ടപ്പെട്ട സുന്ദരിയുടെ സങ്കടം കണ്ടിട്ട് പാർവതീദേവി ഭഗവാനോട് അപേക്ഷിച്ചു. പക്ഷേ കാലത്തിന്റെ ഗതി മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ ദേവിയുടെ ഉപദേശപ്രകാരം തിരുവാതിര വ്രതം എടുത്തപ്പോൾ അവളുടെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ കാലപുരിയിൽ നിന്ന് അവളുടെ ഭർത്താവിനെ തിരികെ കൊണ്ടുവന്നു എന്നാണ് മറ്റൊരു ഐതിഹ്യം. 2026-ൽ ഈ വ്രതം അനുഷ്ഠിക്കാൻ പോകുന്ന ഒരാൾക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? തീയതികളാണല്ലോ ഏറ്റവും പ്രധാനം. അവിടെയാണ് പലപ്പോഴും ആശയക്കുഴപ്പങ്ങളുണ്ടാകുന്നത്. ശരിയാണ്. സമയക്രമം വളരെ പ്രധാനമാണ്. നമുക്ക് 2026-ലെ തീയതികൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. തിരുവാതിര നക്ഷത്രം തുടങ്ങുന്നത് ഒരു മിനിറ്റ്, അത് ജനുവരി 2-നാണോ 3-നാണോ? നല്ല ചോദ്യം. തുടങ്ങുന്നത് ജനുവരി 2 വെള്ളിയാഴ്ച രാത്രിയാണ്. രാത്രി 8:05 ശേഷം. അപ്പോൾ അവിടെയാണ് പലർക്കും തെറ്റുപറ്റാൻ സാധ്യത. പ്രധാന ദിവസം ജനുവരി 3 ശനിയാഴ്ചയാണെന്ന് കരുതി അന്ന് രാത്രി ആഘോഷങ്ങൾ പ്ലാൻ ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ തിരുവാതിര കളിയും ഉറക്കമുഴപ്പുമൊക്കെ ജനുവരി 2 രാത്രിയിലാണോ ചെയ്യേണ്ടത്? അതെ, അതൊരു നിർണായകമായ കാര്യമാണ്. ഉറക്കമിളപ്പ്, പാതിര പൂജൂടൽ, തിരുവാതിരക്കളി തുടങ്ങിയ രാത്രിയിലെ എല്ലാ ചടങ്ങുകളും അനുഷ്ഠിക്കേണ്ടത് ജനുവരി 2 വെള്ളിയാഴ്ച രാത്രിയിലാണ്. കാരണം തിരുവാതിര നക്ഷത്രം ആ രാത്രിയിലാണ് ഉദിച്ചു നിൽക്കുന്നത്. ശരി ശരി. ജനുവരി 3 ശനിയാഴ്ച വൈകുന്നേരം 5:29 തിരുവാതിര നക്ഷത്രം അവസാനിക്കും. അതുകൊണ്ട് ജനുവരി 3 രാത്രിയിൽ ഈ ചടങ്ങുകൾക്ക് പ്രസക്തിയില്ല. പക്ഷേ ഈ സമയക്രമം ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടാവില്ലേ? വെള്ളിയാഴ്ച ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് അടുത്ത ദിവസം ശനിയാഴ്ച മുഴുവൻ വ്രതമെടുക്കുക എന്നത് പ്രായോഗികമായ അല്പം ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായും അതൊരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ടാണ് പല ആചാരങ്ങളിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നത്. പൂർണ്ണമായി ഉറക്കമൊഴിയാൻ സാധിക്കാത്തവർ ശിവസ്തോത്രങ്ങൾ ജപിച്ച് കുറച്ചു സമയം പ്രാർത്ഥനാനിരതമായി ചിലവഴിച്ച ശേഷം വിശ്രമിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഇവിടെ പ്രധാനം നമ്മുടെ സമർപ്പണവും ഒരു മാനസികമായ ഒരുക്കവുമാണ്. ശരീരത്തെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നതിനപ്പുറം മനസ്സിനെ ഭഗവാനിൽ കേന്ദ്രീകരിക്കുക എന്നതാണ് പ്രധാനം. ശരി. അപ്പോൾ സമയക്രമം വ്യക്തമായി. ഇനി വ്രതത്തിന്റെ ചിട്ടകളിലേക്ക് കടക്കാം. ഇത് എല്ലാവർക്കും ഒരുപോലെയാണോ, അതോ ഓരോരുത്തരുടെ സൗകര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമോ? നിങ്ങളുടെ വിവരങ്ങളിൽ നമ്പൂതിരി സമുദായത്തിലെ വിപുലമായ ചടങ്ങുകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതെ, ഇതിൽ പല തട്ടുകളുണ്ട്. നമ്പൂതിരി ഗൃഹങ്ങളിലും ചില പഴയ തറവാടുകളിലുമൊക്കെ വളരെ വിപുലമായ ചിട്ടയായ ചടങ്ങുകളുണ്ട്. എന്നാൽ സാധാരണ വിശ്വാസികൾക്ക് പിന്തുടരാവുന്ന ലളിതമായ രീതികളുമുണ്ട്. നമുക്കാ പൊതുവായ രീതികൾ ആദ്യം നോക്കാം. വ്രതത്തിന് ഒരു ദിവസം മുൻപ്, അതായത് ജാനുവരി 1 വ്യാഴാഴ്ച തന്നെ ഒരുക്കം തുടങ്ങണം.
ഓ, ഒരുക്കം തുടങ്ങണം. അതെ, മത്സ്യമാംസാദികൾ പൂർണ്ണമായി ഒഴിവാക്കുക, പകൽ ഉറങ്ങാതിരിക്കുക. ഇത് വ്രതത്തിനായി ശരീരത്തെയും മനസ്സിനെയും ഒരുക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പോ ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി വ്രതം എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്? വൈകുന്നേരം കുളിച്ച് ശുദ്ധിയായി, സാധിക്കുമെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. രാത്രി 8:05 തിരുവാതിര നക്ഷത്രം തുടങ്ങിയ ശേഷം ക്ഷേത്രത്തിൽ നിന്ന് നേദിച്ച പഴമോ ഇളനീരോ കഴിച്ച് വ്രതം ഔദ്യോഗികമായി ആരംഭിക്കാം. വീട്ടിലാണെങ്കിൽ നിലവിളക്ക് തെളിയിച്ചുവെച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം മുതൽ ശിവമന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ പ്രധാനമാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ഉമാമഹേശ്വര സ്തോത്രം പോലുള്ളവ ജപിക്കുന്നത് ആ രാത്രിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കും. പ്രധാന വ്രതദിവസമായ ജനുവരി 3 ഭക്ഷണക്രമത്തെക്കുറിച്ച് വിശദീകരിക്കാമോ? ഒരിക്കൽ എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഒരിക്കൽ എന്നാൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക എന്നാണ് അർത്ഥം. ശരീരത്തിന് വിശ്രമം നൽകി ശ്രദ്ധ മുഴുവൻ ഈശ്വരനിലേക്ക് കേന്ദ്രീകരിക്കുക. അതാണ് ഈ ഒരിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ആത്മീയവും ശാരീരികവുമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. സാധാരണയായി അരിയാഹാരം ഒഴിവാക്കാനാണ് നിർദ്ദേശിക്കുന്നത്. പകരം ഗോതമ്പ്, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിതുകൊണ്ടുണ്ടാക്കിയ പുഴുക്കോ മറ്റു പലഹാരങ്ങളോ കഴിക്കാം. ഇനി ചോറ് നിർബന്ധമുള്ളവർക്ക് ഉച്ചയ്ക്ക് മാത്രം അല്പം പച്ചരിച്ചോറ് കഴിക്കാം. മറ്റ് സമയങ്ങളിൽ വിശക്കുകയാണെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതിൽ തെറ്റില്ല. ഈ ചടങ്ങുകളിൽ ഏറ്റവും കൗതുകം തോന്നുന്ന ചില പേരുകളുണ്ട്. എട്ടങ്ങാടി നിവേദ്യം, പാതിരാ പൂച്ചൂടൽ. ഇവ എന്താണെന്ന് കുറച്ചുകൂടി വിശദമാക്കാമോ? കേവലം പേരുകൾക്കപ്പുറം എന്താണവ? തീർച്ചയായും. എട്ടങ്ങാടി എന്നത് കേവലമൊരു വിഭവമല്ല. മണ്ണിൽ വിളയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഭക്ഷണങ്ങളെ ദേവന് സമർപ്പിക്കുക എന്നൊരു സങ്കല്പമാണതിനു പിന്നിൽ. ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക, മധുരക്കിഴങ്ങൾ തുടങ്ങി 8 തരം കിഴങ്ങുകൾ പുഴുങ്ങി അതിൽ വൻപയറും തേങ്ങാക്കൊത്തും ശർക്കരയും നേന്ത്രപ്പഴവുമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു വിഭവമാണിത്. കൊള്ളാം, കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് മുത്തശ്ശിമാരിത് തയ്യാറാക്കുന്നത് ഒരു വലിയ ആഘോഷമായിരുന്നു. ആ മണവും ബഹളവുമൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ആ ആഘോഷത്തിന്റെ ഒരുമയുടെ ഒരു ഭാഗമാണ്. ശരിയാണ്. അപ്പോൾ പാതിരാ പൂച്ചൂടലോ, ആ പേരിൽ തന്നെ ഒരു കാവ്യാത്മകതയുണ്ട്. ദശപുഷ്പങ്ങൾ ഉപയോഗിച്ചാണിത് ചെയ്യുന്നതെന്നും പറയുന്നു. എന്താണ് ഈ ദശപുഷ്പങ്ങൾ? ദശപുഷ്പങ്ങൾ എന്ന തൊടിയിലും പറമ്പിലുമൊക്കെ കാണുന്ന ഔഷധഗുണവും ആത്മീയ പ്രാധാന്യവുമുള്ള 10 തരം ചെടികളാണ്. കരുക, കയ്യോന്നി, മുക്കുറ്റി, നിലപ്പന, തിരുതാളി അങ്ങനെ പോകുന്നു. പാതിരാത്രിയിൽ തിരുവാതിരക്കളിയുടെ ഇടവേളയിൽ ഈ ദശപുഷ്പങ്ങൾ ഓരോന്നായി വെറ്റിലയോടൊപ്പം സ്ത്രീകൾ തലയിൽ ചൂടുന്നു. ഓരോ പൂവിനും ഓരോ ദേവതയും ഓരോ ഫലസിദ്ധിയുമുണ്ടെന്നാണ് വിശ്വാസം. അതായത് പ്രകൃതിയുടെ അനുഗ്രഹം സ്വീകരിക്കുന്നതിന്റെ ഒരു പ്രതീകം. അതെ, അതുതന്നെ. അപ്പോൾ തിരുവാതിരക്കളി എന്നത് കേവലമൊരു നൃത്തം മാത്രമല്ല, അതൊരു സാമൂഹിക ഒത്തുചേരൽ കൂടിയല്ലേ? സ്ത്രീകളുടെ മാത്രമൊരു ആഘോഷം. തീർച്ചയായും. തിരുവാതിരക്കളി ഈ ആഘോഷത്തിന്റെ ഹൃദയമാണ്. ലാസ്യഭംഗിയുള്ള ചുവടുകളിലൂടെ ശിവപാർവതിമാരുടെ കഥകളും പ്രണയവും വർണ്ണിക്കുന്ന ഒരു കലാരൂപമാണത്. എന്നാൽ അതിലുപരി അത് സ്ത്രീകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരുമിച്ച് പാടാനും ആടാനും കഥകൾ പറയാനുമുള്ള ഒരവസരമാണ്. ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയും സ്ത്രീകളുടെ സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. വ്രതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ചില സംശയങ്ങളുണ്ടാകാം. എപ്പോഴാണ്, എങ്ങനെയാണ് വ്രതം മുറിക്കേണ്ടത്? 2026 ജനുവരി 3 ശനിയാഴ്ച വൈകുന്നേരം 5:29 വരെയാണ് തിരുവാതിര നക്ഷത്രമുള്ളത്. അതുകൊണ്ട് അതിനുശേഷം ശിവക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഇതിനെയാണ് വ്രതം മുറിക്കുക എന്ന് പറയുന്നത്. ഓക്കേ. ചിലർ ആ ദിവസം മുഴുവൻ വ്രതമെടുത്ത് പിറ്റേന്ന് രാവിലെയാണ് മുറിക്കാറ്. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റെന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ ഇതിൽ പരാമർശിക്കുന്നുണ്ടോ? ഉണ്ട്. വ്രതദിവസം ദേഷ്യപ്പെടുകയോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്യാതെ മനസ്സ് ശാന്തമായി വെക്കാനും ശ്രമിക്കണം. തിരുവാതിര വ്രതമെന്നത് കേവലമൊരു ഉപവാസമല്ല, മറിച്ച് ദാമ്പത്യത്തിലെ സ്നേഹത്തെയും പരസ്പര വിശ്വാസത്തെയും ആഘോഷിക്കുന്ന ശക്തമായ ഐതിഹ്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സമർപ്പണമാണ്.
നിങ്ങൾക്ക് വളരെ ലളിതമായി ഒരിക്കലൂണും പ്രാർത്ഥനയുമായി ഈ വ്രതം അനുഷ്ഠിക്കാം. അല്ലെങ്കിൽ എട്ടങ്കാടി നിവേദ്യവും പാതിരാപ്പൂ ചൂടലുമൊക്കെയായി കൂടുതൽ വിപുലമായ ചടങ്ങുകളോടെയും ചെയ്യാം. അത് ഓരോരുത്തരുടെയും സൗകര്യവും അറിവും പാരമ്പര്യവും അനുസരിച്ചിരിക്കും. ഇവിടെ പ്രധാനപ്പെട്ടത് ബാഹ്യമായ ആചാരങ്ങളെക്കാൾ ആന്തരികമായ സമർപ്പണമാണ്. മക്കളുടെ ഐശ്വര്യത്തിനായി സ്ത്രീകൾ മകയിരം നാളിൽ വ്രതം തുടങ്ങുന്ന രീതിയുമുണ്ട്. ഭർത്താവിന്റെ ക്ഷേമത്തിനായി തിരുവാതിര നാളിലും വ്രതമെടുക്കുന്നു.